ഗുഡ് മോർണിംഗ് ടു ഓൾ. നമ്മൾ ടൈം ഡിപ്പെൻഡൻറ്റ് പെർട്ടർബേഷൻ തിയറിയാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ അതിൻ്റെ ക്ലാസ്സിൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് പോവാണ്. സോ നമുക്കറിയാം, മോസ്റ്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻസ് ആർ നോട്ട് എക്സാക്ട്ലി സോൾവബിൾ. ക്വാണ്ടം മെക്കാനിക്സിലെ കൂടുതൽ പ്രോബ്ലംസും എക്സാക്ട്ലി സോൾവബിൾ അല്ല എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. എക്സാക്ട്ലി സോൾവബിൾ ആയിട്ടുള്ള ചില സിസ്റ്റത്തിന് എക്സാമ്പിൾസ് ആണ് പാർട്ടിക്കിൾ ഇൻ എ ബോക്സ്, ഹാർമോണിക് ഓസിലേറ്റർ, ഹൈഡ്രജൻ ആറ്റം തുടങ്ങിയ പ്രോബ്ലങ്ങൾ. ഇതൊക്കെ നമ്മൾ ക്വാണ്ടം മെക്കാനിക്സ് 1-ൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. പെർട്ടർബേഷൻ തിയറി ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ടൂൾ ടു സോൾവ് ഡിഫിക്കൽട്ട് ക്വാണ്ടം മെക്കാനിക്കൽ സിസ്റ്റംസ് വിച്ച് ആർ നോട്ട് എക്സാക്ട്ലി സോൾവബിൾ. അപ്പോൾ എക്സാക്ട്ലി സോൾവബിൾ അല്ലാത്ത സിസ്റ്റംസിനെ സോൾവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു അപ്രോക്സിമേഷൻ മെത്തേഡാണ് പെർട്ടർബേഷൻ തിയറി. നൗ ഇവിടെ ടൈം ഡിപ്പെൻഡൻറ്റ് പെർട്ടർബേഷൻ തിയറിയിൽ നമ്മൾ എന്താണ് ചെയ്യുന്നതെന്നുള്ളതാണ് പറയുന്നത്. വി കൺസിഡർ ഹിയർ ഓൺലി ദോസ് ഫിനോമിന വിച്ച് ആർ ഡിസ്ക്രൈബ്ഡ് ബൈ ഹാമിൽട്ടോണിയൻസ് which can be split into two parts, a time independent part h0 and a time dependent part v of t that is small compared to h0. അതായത് എങ്ങനെയുള്ള ക്വാണ്ടം മെക്കാനിക്കൽ പ്രോബ്ലങ്ങളിലാണ് ടൈം ഡിപ്പെൻഡൻറ്റ് പെർട്ടർബേഷൻ തിയറി അപ്ലൈ ചെയ്യുക. നമുക്ക് അറിയാം, ടൈം ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഹാമിൽട്ടോണിയൻ ഉള്ള കേസിലാണ് നമുക്ക് ടൈം ഡിപ്പെൻഡൻറ്റ് പെർട്ടർബേഷൻ തിയറി ആവശ്യമായിട്ട് വരുന്നത്, അതും എക്സാക്ട്ലി സോൾവബിൾ അല്ലാത്ത പ്രോബ്ലങ്ങളുടെ കേസിൽ. അപ്പോൾ ഇവിടെ ടൈം ഡിപ്പെൻഡൻറ്റ് പെർട്ടർബേഷൻ തിയറി അപ്ലൈ ചെയ്യാനുള്ളൊരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഇതാണ്: സിസ്റ്റത്തിൻ്റെ ഹാമിൽട്ടോണിയനെ നമുക്ക് രണ്ട് പാർട്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റണം. അതിൽ ഒന്ന് ഒരു ടൈം ഇൻഡിപെൻഡൻറ്റ് പാർട്ട് h0യും മറ്റൊന്ന് ഈ പറഞ്ഞ ഒരു ടൈം ഡിപ്പെൻഡൻറ്റ് പാർട്ട് v of t. ഓക്കെ, അപ്പം ഒരു ടൈം ഇൻഡിപെൻഡൻറ്റ് h0 ആയിട്ടും മറ്റൊരു ടൈം ഡിപ്പെൻഡൻറ്റ് പാർട്ട് v of t ആയിട്ട് നമുക്കിതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റണം. വേർ ദിസ് v of t എന്ന് പറയുന്നത് ഷുഡ് ബി സ്മോൾ കമ്പയർഡ് ടു h0. ഇതാണ് ടൈം ഡിപ്പെൻഡൻറ്റ് പെർട്ടർബേഷൻ തിയറി അപ്ലൈ ചെയ്യാനുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഈ പറഞ്ഞ സിസ്റ്റത്തിൻ്റെ ഹാമിൽട്ടോണിയൻ എച്ചിനെ h0 പ്ലസ് v of t എന്ന് എഴുതാൻ പറ്റണം. ഞാനതിനെ ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കുന്നു. വേർ h0 ഡിസ്ക്രൈബ്സ് ദ സിസ്റ്റം വെൻ അൺപെർട്ടർബഡ്. അതായത് പെർട്ടർബേഷൻ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പുള്ള സിസ്റ്റത്തിൻ്റെ ഹാമിൽട്ടോണിയനാണ് എന്ത് ഇവിടെ h0 എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്ന പെർട്ടർബേഷൻ എന്താണ്? v of t എന്ന് പറയുന്നതാണ് പെർട്ടർബേഷൻ. സോ h0 describes the system when unperturbed is assumed to have exact solutions that are known and v of t is very much less than h0. അതായത് ഞാൻ പറഞ്ഞു, h0 എന്ന് പറയുന്നത് പെർട്ടർബേഷൻ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പുള്ള സിസ്റ്റത്തിൻ്റെ ഹാമിൽട്ടോണിയൻ ആണെന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ ഈ v of t ഇല്ല എന്നുണ്ടെങ്കിൽ, അതായത് ഈ h0 മാത്രമുള്ള കേസിൽ സിസ്റ്റത്തിൻ്റെ ഹാമിൽട്ടോണിയൻ h0 മാത്രമായിരുന്നുവെങ്കിൽ ആ കേസിൽ ആ സിസ്റ്റം ഒരു എക്സാക്ട്ലി സോൾവബിൾ സിസ്റ്റം ആയിരിക്കും. അതിൻ്റെ സൊല്യൂഷൻസ് നമുക്ക് കൃത്യമായിട്ട് അറിയാം. നൗ അവിടേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു v of t എന്ന് പറയുന്ന ഒരു പെർട്ടർബിംഗ് പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് പെർട്ടർബിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ടൈം ഡിപ്പെൻഡൻ്റ് ആയിരുന്നു. അതേസമയം നമ്മൾ ടൈം ഇൻഡിപെൻഡൻറ്റ് പെർട്ടർബേഷൻ തിയറിയിൽ ചെയ്തപ്പോൾ എന്തായിരുന്നു കേസ്? h is equal to some h0 plus lambda h dash എന്നെടുത്ത്. അവിടെ ആ പറഞ്ഞ ലാംഡ h dash എന്ന് പറയുന്ന ടേം ടൈം ഇൻഡിപെൻഡൻ്റ് ആയിരുന്നു. പക്ഷേ ഇവിടേക്ക് വരുമ്പം ഈ v of t എന്നാണ് നമ്മൾ എടുക്കുക. അതൊരു ടൈം ഡിപ്പെൻഡൻറ്റ് പാർട്ടാണ്. നൗ v of t എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി വെരി മച്ച് ലെസ് ദാൻ h0 ആയിരിക്കണം. നൗ സച്ച് സ്പ്ലിറ്റിംഗ് ഓഫ് ദ ഹാമിൽട്ടോണിയൻ ഈസ് എൻകൗണ്ടേർഡ് ഇൻ ദ ഫോളോയിങ് ടിപ്പിക്കൽ പ്രോബ്ലം. എങ്ങനെയുള്ള പ്രോബ്ലങ്ങളിലാണ് ഇത്തരത്തിൽ ഹാമിൽട്ടോണിയനെ സ്പ്ലിറ്റ് ചെയ്യുന്ന കേസുകളുള്ളതെന്നാണ് പറയുന്നത്. Consider a system which when unperturbed is described by a time independent Hamiltonian h0. നമ്മളൊരു സിസ്റ്റം എടുക്കുന്നു, പെർട്ടർബേഷൻ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് സിസ്റ്റത്തിൻ്റെ ഹാമിൽട്ടോണിയൻ ടൈം ഇൻഡിപെൻഡൻ്റ് ആയിരുന്നു, അത് h0 ആണെന്ന് വിചാരിക്കുക. അതേപോലെ അത് എക്സാക്ട്ലി സോൾവബിൾ ആയിരിക്കണം. അതുകൊണ്ട് തന്നെ അതിൻ്റെ സൊല്യൂഷൻ നമുക്കറിയാമെന്ന് വിചാരിക്കുക. അതായത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഐഗൺ വാല്യൂസ് en എന്നും ഐഗൺ സ്റ്റേറ്റ്സിനെ phi n എന്നുമാണെന്ന് വിചാരിക്കുക. സോ ദിസ് ഇസ് ആൻ എക്സാക്ട്ലി സോൾവബിൾ കേസ് ഹൂസ് ഹാമിൽട്ടോണിയൻ ഈസ് എ ടൈം ഇൻഡിപെൻഡൻറ്റ് ഹാമിൽട്ടോണിയൻ വിച്ച് ഇസ് h0. We know the eigenvalues and eigenstates corresponding to those Hamiltonian h0 as en and phi n. Now then we have the eigenvalue equation. അപ്പോൾ ആ കേസിൽ, അതായത് പെർട്ടർബേഷൻ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പുള്ള സിസ്റ്റത്തിൻ്റെ ഐഗൺവാല്യൂ ഇക്വേഷൻ എന്താണ്? ദിസ് h0 ആക്ടിങ് ഓൺ phi n ഈസ് ഈക്വൽ ടു en phi n എന്നുള്ളതാണ് പെർട്ടർബേഷൻ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പുള്ള സിസ്റ്റത്തിൻ്റെ ഐഗൺവാല്യൂ ഇക്വേഷൻ. ലെറ്റ് മീ റെപ്രസെൻറ്റ് ദിസ് ആസ് ഇക്വേഷൻ നമ്പർ 2. Now its most general state vectors are given by stationary states. അപ്പോൾ ആ സമയത്ത്, അതായത് നമ്മൾ പെർട്ടർബേഷൻ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പുള്ള അതിൻ്റെ സ്റ്റേറ്റ് വെക്റ്റർ എന്ന് പറയുന്നത് നമ്മൾ phi n of t എന്ന് റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, ദിസ് ഗെറ്റ് phi n of t ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് e raised to minus I by h bar h0 t into phi n.
where this phi n represents the state of the system at t equal to 0 ആണ്. ഓക്കെ, അപ്പോൾ അതായത് ഫൈ എന്നിൻ്റെ ടേംസിൽ നമ്മൾ ഫൈ എൻ ഓഫ് ടി റെപ്രസെൻറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. സോ ദിസ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ഒരു യൂണിറ്ററി ഓപ്പറേറ്റർ ആയിരിക്കും. ആൻഡ് നൗ ദിസ് ഇ റൈസ് ടു മൈനസ് ഐ ബൈ എച്ച് ബാർ എച്ച് സീറോ ടി എന്ന് പറയുന്നത് ഇ റൈസ് ടു മൈനസ് ഐ ബൈ എച്ച് ബാർ ഇ എൻ ഇൻറ്റു ടി എന്ന് എഴുതാം. കാരണം നമുക്കറിയാം എച്ച് സീറോയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വാല്യൂ എന്ന് പറയുന്നത് ഇ എൻ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇ റൈസ് ടു മൈനസ് ഐ ബൈ എച്ച് ബാർ എച്ച് സീറോ ടിയെ ഇ റൈസ് ടു മൈനസ് ഐ ബൈ എച്ച് ബാർ ഇ എൻ ഇൻറ്റു ടി എന്ന് എഴുതാം. കാരണം എച്ച് സീറോ എന്ന് പറയുന്ന ഓപ്പറേറ്റർ പിന്നെ ഫൈ എൻ എന്ന് പറയുന്ന സ്റ്റേറ്റ് വെക്ടറിൽ ആക്ട് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വാല്യൂ ഇ എൻ ആണ്. സോ നമ്മൾ ഇവിടെ എടുക്കുന്ന സ്റ്റേറ്റ് വെക്ടർ എന്ന് പറയുന്നത് ഫൈ എൻ ആണ്. അതുകൊണ്ട് തന്നെ ഈ എച്ച് സീറോയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വാല്യൂ ഇ എൻ ആയതുകൊണ്ട് നമുക്കതിനെ ഇ റൈസ് ടു മൈനസ് ഐ ബൈ എച്ച് ബാർ ഇ എൻ ഇൻറ്റു ടി ഇൻറ്റു ദിസ് ഗെറ്റ് വെക്ടർ ഫൈ എൻ എന്ന് എടുക്കാം. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 3. നൗ ഇപ്പോൾ ഇത്രയും നമ്മൾ പറഞ്ഞ ഈ രണ്ട് കേസുകൾ ഇക്വേഷൻ 2ഉം ഇക്വേഷൻ 3 എന്ന് പറയുന്നത് നമ്മൾ പെർട്ടർബേഷൻ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പുള്ള കേസാണ്. ഇനി ഇത്തരത്തിലുള്ള ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ വി ഓഫ് ടി എന്ന് പറയുന്ന ഒരു പെർട്ടർബേഷൻ അപ്ലൈ ചെയ്യുന്നു ഇൻ ദ ടൈം ഇൻ്റർവെൽ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ആ പൊട്ടൻഷ്യലിനെ ഇവിടെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ അപ്ലൈ ചെയ്യുന്ന പൊട്ടൻഷ്യൽ വി ഓഫ് ടി ആണ്. എപ്പോഴാണ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടോ. ഈ ടൈം ഇൻ്റർവെല്ലാണ് ഈ പറഞ്ഞ വി ഓഫ് ടി എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്യുന്നത്. ടി ലെസ് ദാൻ 0യിലും ടി ഗ്രേറ്റർ ദാൻ ടോയിലും ഈ പറഞ്ഞ വി ഓഫ് ടി എന്ന് പറയുന്നത് 0 ആയിരിക്കും. And this is the equation number 4. So we are going to apply a perturbation v of t in the time interval 0 less than or equal to t less than or equal to tau to a system whose eigenvalue is En and whose state vector is phi n. Now, during the time interval, Hamiltonian of the system is, അപ്പോൾ ആ ടൈം ഇൻ്റർവെല്ലിൽ അതായത് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടോ എന്ന് പറയുന്ന ടൈം ഇൻ്റർവെല്ലിൽ സിസ്റ്റത്തിൻ്റെ ഹാമിൽട്ടോണിയൻ എന്തായിട്ട് മാറും? എച്ച് ഈസ് ഈക്വൽ ടു ഈ അൺപെർട്ടർബഡ് ഹാമിൽട്ടോണിയൻ എച്ച് സീറോ പ്ലസ് നമ്മൾ അപ്ലൈ ചെയ്ത വി ഓഫ് ടി എന്ന് പറയുന്ന പെർട്ടർബഡ് ഹാമിൽട്ടോണിയൻ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ നമുക്ക് ആ സമയത്ത് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എങ്ങനെ എഴുതാം? ഐ എച്ച് ബാർ ഡി ബൈ ഡി ടി ഓഫ് സൈ ഓഫ് ടി. ഓക്കെ, ഐ എച്ച് ബാർ ഡി ബൈ ഡി ടി ഓഫ് സൈ ഓഫ് ടി ഈസ് ഈക്വൽ ടു എച്ച് സൈ ഓഫ് ടി എന്നാണ് വേണ്ടത്. പക്ഷേ നമുക്ക് പെർട്ടർബേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ എച്ച് എന്ന് പറയുന്നത് എച്ച് സീറോ പ്ലസ് വി ഓഫ് ടി ആണെന്ന് അറിയാം. സോ ഇവിടെ എച്ച് സീറോ പ്ലസ് വി ഓഫ് ടി ഇൻറ്റു സൈ ഓഫ് ടി എന്ന് കൊടുക്കുന്നു. സോ ഹിയർ വി ഓഫ് ടി ഈസ് എൻ എക്സ്റ്റേണൽ പെർട്ടർബിംഗ് പൊട്ടൻഷ്യൽ. നൗ വെൻ ദ സിസ്റ്റം ഇൻട്രാക്ട്സ് വിത്ത് വി ഓഫ് ടി, അപ്പോൾ നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു പ്രധാനമായിട്ടും ഈ പറഞ്ഞ ടൈം ഡിപ്പെൻഡൻറ്റ് പെർട്ടർബേഷൻ തിയറി അപ്ലൈ ചെയ്യേണ്ടി വരുന്നത് അറ്റോമിക് മോളിക്കുലാർ സിസ്റ്റംസിൽ കേസിലാണ്. അങ്ങനെ അറ്റോമിക് മോളിക്കുലാർ സിസ്റ്റംസിൻ്റെ കേസിൽ അത് ഈ പറഞ്ഞ ഫീൽഡുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്ത് ഐദർ അതിൻ്റെ ക്വാണ്ടം മെക്കാനിക്കൽ ട്രാൻസിഷൻസ് നടക്കും. അതായത് ഒന്നെങ്കിൽ അതൊരു ഹയർ എനർജി സ്റ്റേറ്റിലേക്ക് റേഡിയേഷനെ അബ്സോർബ് ചെയ്ത് ഹയർ എനർജി സ്റ്റേറ്റിലേക്ക് പോകാം, അല്ലെങ്കിൽ റേഡിയേഷൻ എമിറ്റ് ചെയ്തുകൊണ്ട് ലോവർ എനർജി സ്റ്റേറ്റിലേക്ക് ട്രാൻസിഷൻ നടത്താമെന്ന് പറഞ്ഞു. സോ ഇറ്റ് എയ്തർ അബ്സോർബ്സ് ഓർ എമിറ്റ്സ് എനർജി. അപ്പം നമ്മൾ ഈ വി ഓഫ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടോ എന്ന് പറയുന്ന ടൈം ഇൻ്റർവെല്ലിൽ വി ഓഫ് ടി എന്ന് പറയുന്ന ഒരു പെർട്ടർബിംഗ് പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്യുമ്പോൾ സിസ്റ്റം ഈ പറഞ്ഞ പൊട്ടൻഷ്യലുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുകയും അതുവഴി ഇറ്റ് എയ്തർ അബ്സോർബ്സ് ഓർ എമിറ്റ്സ് എനർജി. നൗ ദാറ്റ് ഈസ് ദ സിസ്റ്റം അണ്ടർഗോ എ ട്രാൻസിഷൻ ഫ്രം വൺ അൺപെർട്ടർബഡ് എനർജി സ്റ്റേറ്റ് ടു അനദർ. അതായത് ഒരു അൺപെർട്ടർബഡ് സ്റ്റേറ്റിൽ നിന്നും മറ്റൊരു സ്റ്റേറ്റിലേക്ക് ഈ പറഞ്ഞ വി ഓഫ് ടി എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ മൂലം എന്ത് നടക്കുന്നു? ട്രാൻസിഷൻ നടക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. നൗ നമ്മുടെ ഈ പറഞ്ഞ ടൈം ഡിപ്പെൻഡൻറ്റ് പെർട്ടർബേഷൻ തിയറിയിലെ മെയിൻ ടാസ്ക് എന്താണ്? ദ മെയിൻ ടാസ്ക് ഓഫ് ടൈം ഡിപ്പെൻഡൻറ്റ് പെർട്ടർബേഷൻ തിയറി is to find the probability of transition of the system from an unperturbed initial state psi I of H0 to another final unperturbed state psi F. അതായത് ഒരു ഇനീഷ്യൽ സ്റ്റേറ്റ് psi Iയിൽ നിന്നും psi F എന്ന് പറയുന്ന ഒരു ഫൈനൽ സ്റ്റേറ്റിലേക്ക് ട്രാൻസിഷൻ നടക്കാനുള്ള നമുക്കറിയാം ഈ പറഞ്ഞ H0 എന്ന് പറയുന്നത്, അതായത് പെർട്ടർബേഷൻ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് അൺപെർട്ടർബഡ് ഹാമിൽട്ടോണിയനാണ് H0. അപ്പോൾ ആ കേസിൽ സിസ്റ്റം ഇരിക്കുന്ന സ്റ്റേറ്റാണ് psi I. ആഫ്റ്റർ അപ്ലൈയിങ് പെർട്ടർബേഷൻ ഈ psi I എന്ന് പറയുന്ന സ്റ്റേറ്റിലിരിക്കുന്ന സിസ്റ്റം എങ്ങോട്ടേക്ക് ട്രാൻസിഷൻ നടക്കുന്നു? psi F എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് ട്രാൻസിഷൻ നടക്കുന്നു. അപ്പോൾ ഈ psi Iയിൽ നിന്നും psi Fലേക്ക് ട്രാൻസിഷൻ നടക്കാനുള്ള പ്രോബബിലിറ്റി ഓഫ് ട്രാൻസിഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഈ പറഞ്ഞ ടൈം ഡിപ്പെൻഡൻറ്റ് പെർട്ടർബേഷൻ തിയറിയുടെ മെയിൻ ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത്. ഓക്കെ, For this, we need to solve the Schrodinger equation given by equation 5. അതായത് തൊട്ട് മുമ്പ് നമ്മൾ ഈ പറഞ്ഞ ഇക്വേഷൻ 5 പറഞ്ഞിരുന്നു. ഈ ഇക്വേഷൻ 5 സോൾവ് ചെയ്യുക. ആ സോൾവ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് കാണേണ്ടത്? ഈ പറഞ്ഞ രണ്ട് ലെവലുകൾ തമ്മിൽ ട്രാൻസിഷൻ നടക്കാനുള്ള ട്രാൻസിഷൻ പ്രോബബിലിറ്റി നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ നമ്മുടെ മെയിൻ എയിം എന്ന് പറയുന്നത് ഈ പറഞ്ഞ Schrodinger ഇക്വേഷൻ, അതായത് ഇക്വേഷൻ 5 സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. നൗ എങ്ങനെയാണ് ഇതിൻ്റെ ഈ പറഞ്ഞ ഇക്വേഷൻ 5 സോൾവ് ചെയ്യുക? അതിനായിട്ടുള്ള ദ സ്റ്റാൻഡേർഡ് മെത്തേഡ് ടു സോൾവ് ഇക്വേഷൻ 5 ഈസ് ടു എക്സ്പാൻഡ് ദിസ് psi ഓഫ് ടി ഇൻ ടേംസ് ഓഫ് ആൻ എക്സ്പാൻഷൻ കോഎഫിഷ്യൻറ്റ് Cn ഓഫ് ടി. അതായത് ആദ്യം ചെയ്യേണ്ടത് ഈ psi ഓഫ് ടിയെ നമ്മൾ
നമുക്കറിയാം ഒരു വേവ് ഫംഗ്ഷനെ നമുക്ക് ലീനിയർ കോമ്പിനേഷൻസ് ഓഫ് ബേസ് വെക്റ്റേഴ്സ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അതിന് എക്സ്പാൻഷൻ കോഎഫിഷ്യൻ്റ് നമ്മൾ CN(t) എന്ന് എടുക്കുന്നു. അപ്പോൾ ഈ പറഞ്ഞ ψ(t)യെ നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സ്പാൻഡ് ചെയ്യുന്നു. അതായത് ദിസ് ψ(t) ഈസ് ഈക്വൽ ടു സമ്മേഷൻ ഓവർ n സം CN(t) ഇൻറ്റു e⁻IENt ഇൻറ്റു ψ എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. ഇവിടെ നമുക്ക് ഒരു ടേം മിസ്സിംഗ് ആണ്. ഇവിടെ e⁻IENt ഡിവൈഡഡ് ബൈ h ബാർ എന്ന് വരും കേട്ടോ. ആ ഒരു കറക്ഷൻ നിങ്ങൾ അവിടെ വരുത്തണം. സോ ദിസ് ഈസ് e⁻IENt ഡിവൈഡഡ് ബൈ h ബാർ. h ബാർ ഈ പറഞ്ഞ മുകളിലാണുള്ളത്. e⁻IENt ഡിവൈഡഡ് ബൈ h ബാർ എന്നുണ്ട്. അപ്പോൾ ആ ഒരു ടേം അവിടെ മിസ്സിംഗ് ആയി പോയതാണ്. സോ നിങ്ങളത് ആഡ് ചെയ്യാം. നൗ അപ്പോൾ നമുക്കിവിടെ ψ(t) എന്ന് പറയുന്നത് ഈക്വൽ ടു സമ്മേഷൻ ഓവർ n CN(t) ഇൻറ്റു e⁻IENt ഡിവൈഡഡ് ബൈ h ബാർ ഇൻറ്റു ψ എന്ന് വരും. ലെറ്റ് മീ റെപ്രസെൻറ്റ് ദിസ് ആസ് ഇക്വേഷൻ 7. അപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ ഈ രീതിയിൽ എക്സ്പാൻഡ് ചെയ്യാം. എക്സ്പാൻഡ് ചെയ്ത് ഇതിനെ ഷ്രോഡിഞ്ചർ ഇക്വേഷനിൽ കൊടുത്തിട്ട് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിന് പകരം നമ്മളിവിടെ ഫോളോ ചെയ്യുന്ന പ്രൊസീജിയർ ഡിഫറെൻ്റ് ആണ്. Instead of following this procedure, and since we are dealing with a time dependent potentials, it is more convenient to solve the problem in this interaction picture given by the time evolution equation. അതായത് നമ്മൾ ഇതിനെ സോൾവ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇവിടുത്തെ കേസ് എന്ന് പറയുന്നത് ടൈം ഡിപ്പെൻഡൻറ്റ് പൊട്ടൻഷ്യലാണ്. അപ്പോൾ ഓപ്പറേറ്റർ ടൈം ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പോൾ ഓപ്പറേറ്റർ ടൈം ഡിപ്പെൻഡൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ അതിനെ സോൾവ് ചെയ്യാനുള്ള ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറയുന്നത് ഇൻട്രാക്ഷൻ പിക്ചറാണ്. കാരണം ഷ്രോഡിഞ്ചർ പിക്ചറിൽ എന്താ പ്രശ്നം? ഷ്രോഡിഞ്ചർ പിക്ചറിൽ ഓപ്പറേറ്റർ ടൈം ഇൻഡിപെൻഡൻ്റ് ആണ്. If the operator is time dependent, we are going to solve this equation with the help of interaction picture. Now, interaction picture la time evolution equation aanu nammal edukkunnu. That is IH bar d by dt of this ψ(t) in interaction picture is equal to VI(t) potential or the perturbing potential in the interaction picture into the ψ(t) I ennu varum. അപ്പം ഇതിനെ നമ്മൾ ഇക്വേഷൻ 7 എന്ന് വിളിക്കുന്നു. So this is the equation of motion for state vectors in interaction picture. Now നമുക്കറിയാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ψ(t) I എന്ന് പറയുന്നത് is equal to e⁻I/h bar h0t into ψ(t) ആയിരിക്കും. അപ്പം ഇൻട്രാക്ഷൻ പിക്ചറിനെ ഷ്രോഡിഞ്ചർ പിക്ചറിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഇക്വേഷനാണിത്. ഇത് നമ്മുടെ ടൈം എവല്യൂഷൻ ഓപ്പറേറ്ററാണ്. ദിസ് ഇസ് ദി സ്റ്റേറ്റ് വെക്ടർ ഇൻ ഇൻട്രാക്ഷൻ പിക്ചർ ആൻഡ് ദിസ് ഇസ് ദ സ്റ്റേറ്റ് വെക്ടർ ഇൻ ഷ്രോഡിഞ്ചർ പിക്ചറാണ്. ഓക്കെ. സോ ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ ഇക്വേഷൻസ് ഒക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ ആ ഒരു ഡിസ്കഷൻ നടത്തിയത് തന്നെ ഇതിലിത് പറയാൻ വേണ്ടിയിട്ടാണ്. ഇനി എന്താണ് VI(t)? അതായത് VI(t) എന്ന് പറയുന്നത് ഓപ്പറേറ്റർ ഇൻ ഇൻട്രാക്ഷൻ പിക്ചറാണ്. V(t) എന്ന് പറയുന്നത് ഓപ്പറേറ്റർ ഇൻ ഷ്രോഡിഞ്ചർ പിക്ചറാണ്. അപ്പോൾ ഇതിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ എന്താണ്? ദാറ്റ് ഈസ് VI(t) ഈസ് ഈക്വൽ ടു e⁻I/h bar h0t ഇൻറ്റു V(t) ഇൻറ്റു e⁻I/h bar h0t ആണ്. ഓക്കെ. അപ്പോൾ നമുക്ക് VI(t)യെ നമുക്ക് ഇങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ദിസ് ഇക്വേഷൻ 7, ഇക്വേഷൻ 8 ആൻഡ് ഇക്വേഷൻ 9. Now here in equation 8, ψ(t) is the state vector in Schrodinger picture. Clear ആണ്? ഈ ഇക്വേഷൻ 8ൽ ψ(t) എന്ന് പറയുന്നത് ഷ്രോഡിഞ്ചർ പിക്ചറിലെ സ്റ്റേറ്റ് വെക്ടർ ആണ്. ഇത് ഇൻട്രാക്ഷൻ പിക്ചറിലെ സ്റ്റേറ്റ് വെക്ടർ ആണ്. Now further എന്താണ് ψ(t)? ψ(t) നമ്മൾ പറഞ്ഞിരുന്നു. ψ(t) is the state vector in Schrodinger picture and ψ(t) is equal to some u(t, ti) into ψ(ti). അതായത് ഒരു ഇനീഷ്യൽ ടൈമിൽ ഫൈനൽ ടൈമിലെ സ്റ്റേറ്റ് വെക്ടറിനെ തമ്മിൽ നമുക്ക് ഈ പറഞ്ഞ യൂണിറ്ററി ഓപ്പറേറ്റർ അല്ലെങ്കിൽ ടൈം എവല്യൂഷൻ ഓപ്പറേറ്റർ ഉപയോഗിച്ച് നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. where this u(t, ti) is the time evolution operator. Now using equation 10 in equation 8, നമ്മൾ ഈ പറഞ്ഞ ഇക്വേഷൻ 10നെ കൊണ്ട് ഇക്വേഷൻ 8ലേക്ക് ഇടുന്നു. അതായത് ഇക്വേഷൻ 10 എന്ന് പറയുന്നത് ψ(t)ക്ക് ഒരു u(t, ti) ψ(ti) ആണ്. അപ്പോൾ ഇക്വേഷൻ 8ലുള്ള ψ(t)ക്ക് പകരം നമ്മൾ u(t, ti) ψ(ti) എന്ന് കൊടുക്കും. എന്തായിരുന്നു ഇക്വേഷൻ 8? ഇക്വേഷൻ 8 ഇതാണ്. അപ്പോൾ ഇതിൽ ഈ കാണുന്ന ψ(t)ക്ക് പകരം നമുക്കിപ്പോൾ കിട്ടിയ ഇക്വേഷൻ 10നെ നമ്മൾ കൊണ്ട് എന്ത് ചെയ്യുന്നു? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ψ(ti) ഇൻ ടേംസ് ഓഫ് നമ്മുടെ ഇക്വേഷൻ 10 നമുക്ക് കിട്ടും. ഓക്കെ. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താവും? ഇങ്ങനെ കിട്ടും. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ψ(ti) ഈക്വൽ ടു e⁻I/h bar h0t ഇൻറ്റു ψ(t)ക്ക് പകരം എന്ത് കൊടുത്തു? u(t, ti) ψ(ti) എന്ന് കൊടുത്തു. ഈക്വൽ ടു നൗ വീണ്ടും ഇവിടെ e⁻I/h bar h0t അതേപോലെയുണ്ട്. ഈ കാണുന്ന u(t, ti) അതേപോലെ ഇവിടെ എഴുതി. പക്ഷേ ഇവിടുത്തെ ഈ ψ(ti) ഗെറ്റ് വെക്റ്റർ ψ(ti)ക്ക് പകരം നമ്മളിവിടെ e⁻I/h bar h0t ഇൻറ്റു ψ(ti) ഇൻ ഇൻട്രാക്ഷൻ പിക്ചർ എന്ന് എഴുതി.
ഇതും എവിടെ നിന്നാണ് നമുക്ക് കിട്ടിയത്? നമുക്ക് ഇത് കിട്ടിയതും ഈ പറഞ്ഞ ഇക്വേഷൻ നമ്പർ 8ൽ നിന്നാണ്. അതായത് നമുക്ക് നോക്കാം. ഇക്വേഷൻ നമ്പർ 8ൽ ഇങ്ങനെ പറയുന്നുണ്ട്, psi ഓഫ് ടി ഐ എന്ന് പറയുന്നത് e⁻h⁻h0t ഇൻറ്റു psi ഓഫ് ടി ആണ്. അങ്ങനെയാണെങ്കിൽ psi ഓഫ് ടി എന്തായിരിക്കും? psi ഓഫ് ടി എന്ന് പറയുന്നത് ഇതിൻ്റെ ഹെർമീഷ്യൻ അഡ്ജോയിൻറ്റ്, അതായത് e⁻⁻h⁻h0t ഇൻറ്റു psi ഓഫ് ടി ഐ ആണെന്ന് പറയും. ഓക്കെ, അതായത് ഈ ഇക്വേഷൻ്റെ ഹെർമീഷ്യൻ അഡ്ജോയിൻറ്റ് എടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് psi ഓഫ് ടി എന്ന് പറയുന്നത് ഈക്വൽ ടു e⁻⁻h⁻h0t ഇൻറ്റു ദി psi ഓഫ് ടി ഐ എന്ന്. അതാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. എവിടെ? ഇത്. ഈ psi ഓഫ് ടി ഐക്ക് പകരം എന്ത് കൊടുത്തിരിക്കുന്നു? e⁻⁻h⁻h0t ഇൻറ്റു psi ഓഫ് ടി ഐ. അപ്പം നമ്മൾ ഈ ഇക്വേഷൻ 10നെ ഇക്വേഷൻ 8ലേക്ക് കൊടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ രീതിയിലുള്ളൊരു ഇക്വേഷൻ കിട്ടും. അതായത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ psi ഓഫ് ടി ഐ ഇസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡിൽ ഈ ടേം ഇതെന്ത് വരും നോക്കാം. അതായത് ഈ 3 ടേമുകൾ ഇതിനെ നമ്മൾ ഒന്നിച്ചെടുത്തു കഴിഞ്ഞാൽ ഇതെന്താണ്? ഒരു e⁻⁻h⁻h0t ഇൻറ്റു u ഓഫ് ടി കോമ ടി ഐ ഇൻറ്റു e⁻⁻h⁻h0t. അപ്പോൾ ഒരു യു ഡയഗറിനും ഒരു യുവിനും ഇടയിൽ നമ്മളൊരു ഓപ്പറേറ്ററിനെ സാൻഡ്വിച്ച് ചെയ്യുന്നു. നമുക്കറിയാം ഇതെന്താണ്, ഇതെങ്ങനെയാണ് സ്ട്രോഡിഞ്ചർ പിക്ചറിലുള്ള ഒരു ഓപ്പറേറ്ററിനെ ഇൻട്രാക്ഷൻ പിക്ചറിലുള്ള ഓപ്പറേറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന മെക്കാനിസമാണിത്. ഓക്കെ, അതായത് നമ്മൾ മുമ്പേ എവിടെയോ പറഞ്ഞിരുന്നല്ലോ, ഇത് വി ഐ ഓഫ് ടി എന്ന് പറയുന്നത് എങ്ങനെയാണ് കിട്ടുക? ഈ വി ഓഫ് ടിയെ e⁻⁻h⁻h0tയുടെയും e⁻⁻h⁻h0tയുടെയും ഇടയിൽ വി ഓഫ് ടി ഇട്ട് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി വി ഐ ഓഫ് ടി ആയിരിക്കും. അത് തന്നെയാണ് നമ്മൾ ഇവിടെയും അപ്ലൈ ചെയ്തത്. എന്ത് ചെയ്തു? യു ഓഫ് ടി കോമ ടി ഐയെ e⁻⁻h⁻h0tയുടെയും e⁻⁻h⁻h0tയുടെയും ഇടയിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ടൈം എവല്യൂഷൻ ഓപ്പറേറ്ററിന് ഇൻട്രാക്ഷൻ പിക്ചർ കിട്ടും. ദാറ്റ് ഈസ് യു ഐ ടി കോമ ടി ഐ കിട്ടും. ദാറ്റ് ഈസ് നമുക്ക് psi ഓഫ് ടി ഐ ഇസ് ഈക്വൽ ടു യു ഐ ടി കോമ ടി ഐ psi ഓഫ് ടി ഐ എന്ന് കിട്ടും. ആൻഡ് ദിസ് ഈസ് അവർ ഇക്വേഷൻ നമ്പർ 11. അപ്പം യു ഐ ഓഫ് ടി കോമ ടി ഐ എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ആ ടേമിനെ നമ്മൾ ഒന്നുകൂടി എടുത്ത് ഇവിടെ എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. നൗ യൂസിങ് ഇക്വേഷൻ 11 ഇൻ ഇക്വേഷൻ 7. യൂസിങ് ഇക്വേഷൻ 11, ഇതാണ് നമ്മുടെ ഇക്വേഷൻ 11. psi ഓഫ് ടി ഐ എന്താണെന്നുള്ളതാണ് ഇക്വേഷൻ 11. അതിനെ നമ്മൾ ഇക്വേഷൻ 7ൽ കൊടുക്കുന്നു. എന്തായിരുന്നു ഇക്വേഷൻ 7? ഇത് IH ബാർ, അതായത് ഇത് ടൈം എവല്യൂഷൻ അല്ലെങ്കിൽ ടൈം എവല്യൂഷൻ ഇക്വേഷൻ ഇൻട്രാക്ഷൻ പിക്ചറാണ്. ആ ഇക്വേഷൻ 7ലെ psi ഓഫ് ടി ഐക്ക് പകരം ഇവിടെ ഒരു psi ഓഫ് ടി ഐ ഉണ്ട്, ഇവിടെ ഒരു psi ഓഫ് ടി ഐ ഉണ്ട്. അതിന് പകരം നമ്മളിപ്പോൾ നമുക്കിവിടെ കിട്ടിയ എന്ത് ചെയ്യുന്നു? ഇക്വേഷൻ 11 കൊടുക്കുന്നു. ഇക്വേഷൻ 11 എന്ന് പറഞ്ഞാൽ ഇത് ഈ psi ഓഫ് ടി ഐ ഉണ്ടല്ലോ, psi ഓഫ് ടി ഐ എന്ന് പറഞ്ഞാൽ യു ഐ ഓഫ് ടി കോമ ടി ഐ psi ഓഫ് ടി ഐ ആണ്. അപ്പോൾ ഇതിനെ നമ്മൾ ഇക്വേഷൻ 7ലേക്ക് കൊടുക്കുന്നു. അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ഇക്വേഷൻ, അതായത് ടൈം എവല്യൂഷൻ ഇക്വേഷൻ ഇൻ ഇൻട്രാക്ഷൻ പിക്ചർ എന്ന് പറഞ്ഞ് ഇങ്ങനെ കിട്ടും. IH ബാർ ഡി ബൈ ഡി ടി ഓഫ് യു ഐ ടി കോമ ടി ഐ psi ഓഫ് ടി ഐ ഇൻ ഇൻട്രാക്ഷൻ പിക്ചർ ഇസ് ഈക്വൽ ടു വി ഐ ഓഫ് ടി ഇൻറ്റു അഗെയിൻ psi ഓഫ് ടിക്ക് പകരം യു ഐ ഓഫ് ടി കോമ ടി ഐ ഇൻറ്റു psi ഓഫ് ടി ഐ എന്ന് കിട്ടും. നൗ ഇവിടെ നമ്മൾ ഈ പറഞ്ഞ രണ്ട് സൈഡിലെയും psi ഓഫ് ടി ഐ, ഇവിടെ psi ഓഫ് ടി ഐ ഉണ്ട്, ഇവിടെയും psi ഓഫ് ടി ഐ ഉണ്ട്. അതിനെ നമ്മളങ്ങ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓപ്പറേറ്ററുകൾ മാത്രമാണ് എഴുതുന്നതെങ്കിൽ നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ എഴുതാം. IH ബാർ ഡി ബൈ ഡി ടി യു ഐ ടി കോമ ടി ഐ ഈക്വൽ ടു വി ഐ ഓഫ് ടി ഇൻറ്റു യു ഐ ടി കോമ ടി ഐ. അതായത് നമ്മൾ ഈ സ്റ്റേറ്റ് വെക്ടറിനെ രണ്ടിടത്തുനിന്ന് ഒഴിവാക്കിയിട്ട് നമ്മൾ ഈ ഓപ്പറേറ്ററുകൾ മാത്രം എഴുതുന്നതേ ഉള്ളൂ. ദാറ്റ് ഈസ് അവർ ഇക്വേഷൻ നമ്പർ 13. നൗ നമ്മൾ അടുത്ത് ചെയ്യുന്നത് ഈ ഇക്വേഷൻ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാണ്. ഓക്കെ, അതിനായിട്ട് ആദ്യം ഇവിടെ എനിക്ക് IH ബാർ ഡി ബൈ ഡി ടി ഓഫ് യു ഐ ഓഫ് ടി കോമ ടി അല്ലേ, ഞാനിവിടെ ഈ ഡി യു ടേമിനെ മാത്രം നിർത്തുന്നു. അപ്പം IH ബാർ അപ്പുറത്തേക്ക് 1/IH ബാർ ആയിട്ടും ഈ ഡി ടിയെ ഞാൻ ഇങ്ങോട്ടേക്ക് കൊടുക്കുന്നു. അപ്പോൾ എനിക്ക് ഡി യു എന്ന് പറയുന്നത് ഡി യു ഐ ടി കോമ ടി ഐ എന്ന് പറയുന്നത് 1/IH ബാർ, 1/I മൈനസ് ഐ ആണ്. സോ മൈനസ് I/H ബാർ വി ഐ ഓഫ് ടി ഇൻറ്റു യു ഐ ടി കോമ ടി ഐ. ഇവിടുന്ന് വന്ന ഡി ടി ഇവിടെ വരുമ്പോൾ ഇതാ ഈ ഡി ടി ഇവിടെ ഉണ്ട്. ഓക്കെ, സോ ഇത് നമ്മൾക്ക് ഇനി നമ്മൾ ഇതിനെ എന്ത് ചെയ്യുന്നു? നമ്മളിതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ഓൺ ഇൻ്റഗ്രേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു ടി. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെയുള്ള വേരിയബിൾ ടി കോമ ടി ഐ ആണ്. ഇതിനെ ഞാൻ ഫ്രം ടി ഐ ടു ടി ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ടി ഐ തൊട്ട് ടി വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ഇനീഷ്യൽ ടൈം ടി ഐ ആയിട്ടും ഫൈനൽ ടൈം ടി യു ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ഈക്വൽ ടു മൈനസ് I/H ബാർ ഈ റൈറ്റ് ഹാൻഡ് സൈഡും ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ നോക്കുക, നമ്മൾ ടി ഐ ടു ടി ആണല്ലോ എടുക്കുന്നത്.
ഇപ്പോൾ ഇവിടെ ഒരു ടി ഉണ്ട്, ഇവിടെ ഒരു ടി ഉണ്ട്. സോ നമ്മൾ അപ്പർ ലിമിറ്റ് ടി എന്ന് വെക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഈ വേരിയബിളിനെ കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടി ഈ വേരിയബിളിനെ നമ്മൾ ടി ഡാഷ് എന്ന് വിളിക്കുന്നു. ഓക്കെ, ടിക്ക് പകരം ടി ഡാഷ് എന്ന് വിളിക്കുന്നു. അപ്പം ഇത് ഡി ടി ഡാഷ് എന്ന് വരും. അങ്ങനെ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇൻ്റഗ്രൽ ഡി യു എന്ന് പറഞ്ഞാൽ യു ആണ്. സോ ദാറ്റ് ഈസ് യു ഐ ടി കോമ ടി ഐ. അതായത് നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു? ടിക്ക് അപ്പർ ലിമിറ്റ് കൊടുക്കുന്നു. അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് ടി ആണ്. സോ ദിസ് ഈസ് യു ഐ ടി കോമ ടി ഐ മൈനസ് ലോവർ ലിമിറ്റ് ടി ഐ ആണ്. സോ വെൻ ദിസ് ടി ഈക്വൽ ടു ടി ഐ, ഇത് യു ഐ ടി ഐ കോമ ടി ഐ എന്ന് വരും. ഓക്കെ, അപ്പോൾ യു ഐ ടി കോമ ടി ഐ മൈനസ് യു ഐ ടി ഐ കോമ ടി ഐ എന്ന് വരും, ഈക്വൽ ടു മൈനസ് ഐ ബൈ എച്ച് ബാർ ഇൻറ്റു ഇൻ്റഗ്രൽ ടി ഐ ടു ടി ദിസ് വി ഐ ടി ഡാഷ് യു ഐ ടി ഡാഷ് കോമ ടി ഐ ഇൻറ്റു ഡി ടി ഡാഷ് എന്ന് വരും. എന്താണ് ഈ പറഞ്ഞ യു ഐ ടി ഐ കോമ ടി ഐ? നമുക്കറിയാം യു ഓഫ് ടി സീറോ കോമ ടി സീറോ എന്ന് പറയുന്നത് ഈക്വൽ ടു ഐ ആണെന്ന് പഠിച്ചിട്ടുണ്ട്. അതായത് ഈ രണ്ട് വേരിയബിൾ ഒന്നാണെങ്കിൽ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഓക്കെ, അതായത് യൂണിറ്റ് ഓപ്പറേറ്റർ 1 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇതിനെ 1 എന്ന് എടുക്കാം. അപ്പോൾ ഇത് യു ഐ ടി കോമ ടി ഐ മൈനസ് 1 എന്ന് വരും. ഈ മൈനസ് 1നെ ഇപ്പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ പ്ലസ് 1 വരും. അപ്പോൾ നമുക്ക് ഇക്വേഷനെ യു ഐ ടി കോമ ടി ഐ ഈക്വൽ ടു 1 മൈനസ് ഐ ബൈ എച്ച് ബാർ ഇൻറ്റു ഇൻ്റഗ്രൽ ടി ഐ ടു ടി ദിസ് വി ഐ ഓഫ് ടി ഡാഷ് യു ഐ ഓഫ് ടി ഡാഷ് കോമ ടി ഐ ഡി ടി ഡാഷ് എന്ന് കിട്ടും. ഓക്കെ, സോ ദിസ് ഈസ് അവർ ഇക്വേഷൻ നമ്പർ 14. ഇനി ഇതിനെ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്ത് ഈ പറഞ്ഞ യു ഐ ടി കോമ ടി ഐ കാണാൻ വേണ്ടി പറ്റുന്നുള്ളതാണ്. ഇതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഐട്രേഷൻ മെത്തേഡാണ്. ഐട്രേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ചെയ്യുന്ന ഇതാണ്. ഇവിടുത്തെ ഈ യു ഐ ടി ഡാഷ് കോമ ടി ഐക്ക് ആദ്യമേ നമ്മളൊരു വാല്യൂ അപ്രോക്സിമേറ്റ് ചെയ്യും. അങ്ങനെ ഒരു വാല്യൂ കൊടുത്തിട്ട് നമ്മൾ ഈ കിട്ടുന്ന വാല്യൂ, അതായത് ഈ യു ഐ ടി ഡാഷ് കോമ ടി ഐക്ക് നമ്മളൊരു വാല്യൂ, ഒരു ഫിക്സഡ് വാല്യൂ കൊടുക്കുന്നു, ഒരു ഇനീഷ്യൽ വാല്യൂ കൊടുക്കുന്നു. ആ ഇനീഷ്യൽ വാല്യൂ കൊടുത്തുകൊണ്ട് നമ്മൾ ഈ ഇൻ്റഗ്രലൊക്കെ ഇവാലുവേറ്റ് ചെയ്ത് യു ഐ ടി കോമ ടി ഐ കണ്ടുപിടിക്കുന്നു. ആ വാല്യൂ വീണ്ടും നമ്മൾ ഇതിന് പകരം ഇവിടെ കൊടുക്കുന്നു. അത് കൊടുത്തിട്ട് നമ്മൾ വീണ്ടും ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് യു ഐ ടി കോമ ടി ഐ കൊടുക്കുന്നു. അത് വീണ്ടും നമ്മൾ തിരിച്ച് ഇതിലേക്ക് കൊടുക്കുന്നു. അങ്ങനെ കുറേ തവണ നമ്മൾ റിപ്പീറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഈ പറഞ്ഞ യു ഐ ടി കോമ ടി ഐ കണ്ടുപിടിക്കുന്നു. സോ ദാറ്റ്സ് എ ഐട്രേഷൻ മെത്തേഡ്. അപ്പോൾ വി ക്യാൻ ഫൈൻഡ് ദ സൊല്യൂഷൻ ഓഫ് ദി എബവ് വോൾട്ര ഇൻ്റഗ്രൽ ഇക്വേഷൻ. ഈ ഇൻ്റഗ്രൽ ഇക്വേഷനെ വിളിക്കുന്ന പേരാണ് വോൾട്ര ഇൻ്റഗ്രൽ ഇക്വേഷൻ ബൈ സക്സസീവ് അപ്രോക്സിമേഷൻ ടെക്നിക്ക്. അതാണ് ഞാൻ പറഞ്ഞത്, സക്സസീവ് അപ്രോക്സിമേഷൻ ടെക്നിക്ക്. നമ്മൾ ആദ്യം ഈ യു ഐ ടി ഡാഷ് കോമ ടി ഐക്ക് ഒരു വാല്യൂ അപ്രോക്സിമേറ്റ് ചെയ്യും. അത് അപ്രോക്സിമേറ്റ് ചെയ്തിട്ട് നമ്മൾ ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള യു ഐ ടി കോമ ടി ഐ കണ്ടുപിടിക്കും. ആ വാല്യൂ വീണ്ടും തിരിച്ച് ഇങ്ങോട്ടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വീണ്ടും നമ്മൾ ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കും. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിൻ്റെ വാല്യൂ ഒന്ന് കൺവേർജ് ചെയ്ത് കിട്ടുന്നത് വരെ നമ്മൾ ഈ പ്രോസസ്സ് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയാണ് ഈ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുക. സോ ലെറ്റ് ദ ഫസ്റ്റ് അപ്രോക്സിമേഷൻ, നമ്മളൊരു വളരെ ക്രൂഡായിട്ടുള്ള ഒരു അപ്രോക്സിമേഷൻ എടുക്കുകയാണ്. ആ അപ്രോക്സിമേഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഞാൻ ഈ പറഞ്ഞ യു ഐ ടി ഡാഷ് കോമ ടി ഐ എന്ന് പറയുന്നത് 1 ആണെന്ന് എടുക്കുന്നു. ഓപ്പറേറ്ററാണ്, അതുകൊണ്ടാണ് 1 ഓപ്പറേറ്റർ എന്ന് എടുത്തിരിക്കുന്നത്. ഐഡൻറ്റിറ്റി ഓപ്പറേറ്റർ ഓർ യൂണിറ്റ് ഓപ്പറേറ്ററാണ്. അപ്പം ഞാൻ ഈ യു ഐ ടി ഡാഷ് കോമ ടി ഐക്ക് പകരം 1 എന്ന് എടുത്തു കഴിഞ്ഞാൽ അതുപയോഗിച്ച് എനിക്ക് ഇവിടുത്തെ യു ഐ ടി കോമ ടി ഐ കണ്ടുപിടിക്കാം. ഓക്കെ, അങ്ങനെ കണ്ടുപിടിക്കുന്ന ആദ്യത്തെ വാല്യൂവിനെ ഞാൻ യു ഐ ടി കോമ ടി ഐ മേളിൽ ബ്രാക്കറ്റിൽ ഒരു 1 എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് യു ഐ 1 ടി കോമ ടി ഐ എന്ന് പറഞ്ഞപ്പോൾ എന്തായിരിക്കും? 1 മൈനസ് ഐ ബൈ എച്ച് ബാർ ഇൻറ്റു ഇൻ്റഗ്രൽ ടി ഐ ടു ടി. ഞാൻ ഇതിന് പകരം 1 എന്ന് കൊടുത്തു. ഇതിന് പകരം 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് വി ഐ ഓഫ് ടി ഡാഷ് ഡി ടി ഡാഷ് എന്ന് വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ അപ്പോൾ ഇതാണ് നമ്മുടെ യു ഐ 1 ഓഫ് ടി കോമ ടി ഐ. ഇനി എന്ത് ചെയ്യണം? ആ യു ഐ 1, അതായത് നമ്മൾ ഇതിന് കിട്ടിയ ആദ്യത്തെ വാല്യൂ എന്ന് പറയുന്നത് ഇതാണ്. ഈ സാധനം കൊണ്ടുവന്നിട്ട് നമ്മൾ ഈ യു ഐ ടി ഡാഷ് കോമ ടി ഐക്ക് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വീണ്ടും നമ്മൾ യു ഐ ടി കോമ ടി ഐ കാണും. അതിനെ ഞാൻ യു ഐ 2 രണ്ടാമത്തെ അപ്രോക്സിമേഷൻ വഴി കിട്ടിയത് യു ഐ 2 ടി കോമ ടി ഐ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ അതിനായിട്ട് ആദ്യം എന്ത് ചെയ്യണം? ഈ ടേമിനെ നമ്മൾ കൊണ്ടുവന്നിട്ട് ഇതിന് പകരം നമ്മൾ ഈ ഇൻ്റഗ്രലിനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് യു ഐ 2 ടി കോമ ടി ഐ ഇസ് ഈക്വൽ ടു 1 മൈനസ് ഐ ബൈ എച്ച് ബാർ ഇൻറ്റു ഇൻ്റഗ്രൽ ടി ഐ ടി വി ഐ ടി ഡാഷ് ഇൻറ്റു നമ്മൾ യു ഐക്ക് പകരം എന്ത് കൊടുത്തു? യു ഐ 1 കൊടുക്കണം. അതായത് നമുക്കിപ്പോൾ കിട്ടിയ യു ഐ 1 ടി ഡാഷ് കോമ ടി ഐ ഡി ടി ഡാഷ് കൊടുക്കണം. അപ്പം നമുക്ക് യു ഐ 1 ടി ഡാഷ് കോമ ടി ഐ എന്താ നേരത്തെ കിട്ടിയിട്ടുണ്ട്? അതെന്തായിരുന്നു? ഈ പറഞ്ഞ 1 മൈനസ് ഐ ബൈ എച്ച് ബാർ ഇൻറ്റു ടി ഐ 2. നമ്മൾ ഈ വേരിയബിൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റുന്നുണ്ട്, കാരണം ഇവിടെ ഇപ്പോൾ ടി ഐ ടു ടി വി ഐ ടി ഡാഷ് ഡി ടി ഡാഷ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി മറ്റേ ഇക്വേഷനിൽ എന്തുണ്ട്? നമ്മൾ ആദ്യമേ ഒരു ടി ഡാഷ് കൊടുത്തിരുന്നു. അതുകൊണ്ട് നമ്മൾ ഈ വേരിയബിളിനെ മാറ്റിയിട്ട് പകരം T1 എന്ന് കൊടുക്കും. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് 1 മൈനസ് ഐ ബൈ എച്ച് ബാർ ഇൻറ്റു ഇൻ്റഗ്രൽ ടി ഐ ടു ടി ദിസ് വി ഐ ഓഫ് ടി ഡാഷ് ഇൻറ്റു ഈ യു ഐ 1
ടി ഡാഷ് കോമ ടി ഐക്ക് പകരം നമ്മൾ ഈ ബ്രാക്കറ്റിലുള്ള ഈ ടേം ഇങ്ങോട്ടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദാറ്റ് ഈസ് 1 മൈനസ് ഐ ബൈ എച്ച് ബാർ ഇൻറ്റു ഇൻ്റഗ്രൽ ടി ഐ ടു ടി വൺ. നമ്മൾ വേരിയബിൾ മാറ്റി അങ്ങോട്ടേക്ക് മാറ്റി ടി വൺ എന്നാക്കി. ദാറ്റ് ഈസ് വി ഐ ടി വൺ ഡി ടി വൺ ഓഫ് ദിസ് ഡി ടി ഡാഷ് എന്നായി. അപ്പോൾ ഇനി എന്ത് ചെയ്യണം, നമ്മളിതിനെ എക്സ്പാൻഡ് ചെയ്യണം. ഓക്കെ, അങ്ങനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് വരും നോക്കുക. എക്സ്പാൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആദ്യത്തെ ടേം ഇവിടെ 1 തന്നെയാണ്. മൈനസ് ഐ ബൈ എച്ച് ബാർ ഇൻറ്റു ഇൻ്റഗ്രൽ ടി ഐ ടു ടി, ഇവിടെ വി ഐ ടി ഡാഷ്, ഈ ലാസ്റ്റ് കിടക്കുന്ന ഡി ടി ഡാഷ്, അതിനെ ഒന്നിച്ച് നമുക്കിവിടെ ഒരു ഇൻ്റഗ്രൽ കിട്ടി. നൗ ഇതിനെ നമ്മൾ അടുത്ത ഈ നമ്മൾ അതായത് ഈ ടേമിനെ ഞാൻ ഈ ബ്രാക്കറ്റിനുള്ളിലേക്ക് എക്സ്പാൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഫസ്റ്റ് ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇൻറ്റു 1 ആണ്, അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ കിട്ടി. രണ്ടാമത്തേത് മൈനസ് ഐ ബൈ എച്ച് ബാർ ഇൻറ്റു ഇൻ്റഗ്രൽ ടി ഐ ടു ടി വി ഐ ടി ഡാഷ് ഇൻറ്റു മൈനസ് ഐ ബൈ എച്ച് ബാർ ഇൻറ്റു ഇൻ്റഗ്രൽ ടി ഐ ടു ടി വൺ ഈ ടേമെന്നാണ്. അപ്പം മൈനസ് ഐ ബൈ എച്ച് ബാർ 2 തവണ വരും. ദാറ്റ് ഈസ് മൈനസ് ഐ ബൈ എച്ച് ബാർ ഹോൾ സ്ക്വയർ ഇൻറ്റു ഇൻ്റഗ്രൽ ടി ഐ ടു ടി, ഈ ടേം വി ഐ നമ്മൾ വേരിയബിൾ മാറ്റുന്നു, ടി വൺ ഡി ടി വൺ എന്നാക്കുന്നു. അതേപോലെ രണ്ടാമത്തെ ഇൻ്റഗ്രലിനകത്ത് ടി ഐ ടു ടി വൺ ആണുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ എന്ത് ചെയ്യുന്നു, വേരിയബിൾ മാറ്റുന്നു, വി ഐ ടി ടു ഡി ടി ടു എന്ന് കൊടുക്കുന്നു. അല്ലെങ്കിൽ ഇത് തമ്മിൽ എന്ത് ചെയ്യും, കൺഫ്യൂഷൻ വരും. സോ നമ്മൾ വേരിയബിൾ ചേഞ്ച് ചെയ്യുന്നു. അതെങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ നോക്കിയിട്ടൊന്ന് മനസ്സിലാക്കുക, എങ്ങനെയാണ് ആ വേരിയബിൾ ചേഞ്ച് ചെയ്യുന്നത് എന്നുള്ളത്. നോ, അപ്പോൾ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യു ഐ ടു ടി കോമ ടി ഐ കിട്ടും. അതിനെ നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നു, ഇതിന് പകരം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ യു ഐ ത്രീ ടി കോമ ടി ഐ കാണും. അങ്ങനെ നമ്മൾ ഈ അപ്രോക്സിമേഷൻ മെത്തേഡ് തുടർന്ന് കൊണ്ടുപോകും. അങ്ങനെ കൊണ്ടുപോയി നമ്മൾ ഈ ഐട്രേഷൻ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈനലി നമുക്ക് യു ഐ ടി കോമ ടി ഐ എന്ന് പറയുന്ന ഇങ്ങനെയുള്ള ഒരു വലിയ ഇൻ്റഗ്രലാണ് കിട്ടുക, ഒരു വലിയ ടേമാണ് കിട്ടുക. ആദ്യത്തെ ടേം 1 ആയിരിക്കും. അടുത്ത ടേം മൈനസ് ഐ ബൈ എച്ച് ബാർ ഇൻറ്റു ഇൻ്റഗ്രൽ ടി ഐ ടു ടി വി ഐ ടി ഡാഷ് ഡി ടി ഡാഷ് പ്ലസ് രണ്ടാമത്തേനകത്ത് മൈനസ് ഐ ബൈ എച്ച് ബാർ 2 തവണ വരും, മൈനസ് ഐ ബൈ എച്ച് ബാർ ഹോൾ സ്ക്വയർ ഇൻറ്റു ഇൻ്റഗ്രൽ ടി ഐ ടു ടി വി ഐ ടി വൺ ഡി ടി വൺ ഇൻ്റഗ്രൽ ടി ഐ ടു ടി വൺ വി ഐ ടി ടു ഡി ടി ടു പ്ലസ് അടുത്ത മൈനസ് ഐ ബൈ എച്ച് ബാർ 3 തവണ വരും. ഓക്കെ, നമ്മളിത് ഈ യു ഐ ടുവിനെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് യു ഐ ത്രീ കണ്ടുപിടിക്കുമ്പോഴേക്കും 3 ടേം വരും. മൈനസ് ഐ ബൈ എച്ച് ബാർ ഹോൾ ക്യൂബ് ഇൻറ്റു ടി ഐ ടു ടി വി ഐ ടി വൺ ഡി ടി വൺ ടി ഐ ടു ടി വൺ വി ഐ ടി ടു ഡി ടി ടു ടി ഐ ടു ടി ടു വി ഐ ടി ത്രീ ഡി ടി ത്രീ പ്ലസ് അടുത്ത എന്തൊരു മൈനസ് ഐ ബൈ എച്ച് ബാർ ഹോൾ റൈസ് ടു 4 ഇൻറ്റു ഇൻ്റഗ്രൽ ടി ഐ ടു ടി വി ഐ ടി വൺ ഡി ടി വൺ ഇൻ്റഗ്രൽ ടി ഐ ടു ടി വൺ വി ഐ ടി ടു ഡി ടി ടു ഇൻ്റഗ്രൽ ടി ഐ ടു ടി ടു വി ഐ ടി ത്രീ ഡി ടി ത്രീ പ്ലസ് ഇൻ്റഗ്രൽ ടി ഐ ടു ടി ത്രീ വി ഐ ടി ഫോർ ഡി ടി ഫോർ എന്ന് വരുമായിരുന്നു. അങ്ങനെ എക്സെട്ര മൈനസ് ഐ ബൈ എച്ച് ബാർ ഹോൾ റൈസ് ടു എൻ വന്നു കഴിയുമ്പോൾ ഇവിടെ എൻ നമ്പർ ഓഫ് ടേംസ് ഉണ്ടാവും. അതായത് ടി ഐ ടു ടി, ടി ഐ ടു ടി വൺ, ടി ഐ ടു ടി ടു, അങ്ങനെ എക്സെട്ര ടി ഐ ടു ടി എൻ മൈനസ് 1 വരെ വരും. ഓക്കെ, അപ്പോൾ ഈ ലാസ്റ്റ് ടേമിൽ തന്നെ എൻ ഇൻ്റഗ്രൽ വരും, അതിൻ്റെ തൊട്ട് മുമ്പ് എൻ മൈനസ് 1 ഇൻ്റഗ്രൽ വരും, അതിൻ്റെ തൊട്ട് മുമ്പ് എൻ മൈനസ് 2 ഇൻ്റഗ്രൽ വരും. അങ്ങനെ ഇവിടെ ആദ്യത്തെ ഒരു ഇൻ്റഗ്രൽ ഒരു കോൺസ്റ്റൻറ്റ് ടേം, ഇങ്ങനെ ഒരു കാര്യമാണ് നമുക്ക് കിട്ടുക യു ഐ ടി കോമ ടി ഐ. ഓക്കെ, സോ നിങ്ങൾക്ക് അത് കംപ്ലീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ആഫ്റ്റർ 1 or 2 സ്റ്റെപ്സ് കാണിച്ചിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ഇത് എഴുതാൻ വേണ്ടി പറ്റും. ഇത് എഴുതാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരുപക്ഷെ വേരിയബിൾ ചേഞ്ച് ചെയ്യുന്നതിൽ ഒരു കൺഫ്യൂഷൻ വന്നാൽ പോലും ഇത് എഴുതാൻ ബുദ്ധിമുട്ടില്ല. കാരണം മൈനസ് ഐ ബൈ എച്ച് ബാർ വരുമ്പോൾ ഒരു ഇൻ്റഗ്രൽ, മൈനസ് ഐ ബൈ എച്ച് ബാർ ഇല്ലാത്തപ്പോൾ കോൺസ്റ്റൻറ്റ് ടേം, മൈനസ് ഐ ബൈ എച്ച് ബാർ ഹോൾ സ്ക്വയർ ഉള്ളപ്പോൾ 2 ഇൻ്റഗ്രൽ, മൈനസ് ഐ ബൈ എച്ച് ബാർ ഹോൾ ക്യൂബ് ഉള്ളപ്പോൾ നമുക്ക് 3 ഇൻ്റഗ്രലിൻ്റെ പ്രോഡക്റ്റ്, മൈനസ് ഐ ബൈ എച്ച് ബാർ ഹോൾ റൈസ് ടു എൻ ഉള്ളപ്പോൾ n ഇൻ്റഗ്രലുകളുടെ പ്രോഡക്റ്റ്. ഈ രീതിയിലാണ് വരിക. നിങ്ങൾക്ക് അത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ആ വേരിയബിളുകൾ തമ്മിൽ എന്തുണ്ടാവും, നിങ്ങൾക്ക് അതിൽ നിന്നൊരു തന്നെ നിങ്ങൾക്ക് ഒരു സീരീസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ നമുക്ക് ഈ രീതിയിലുള്ള ഐട്രേഷൻ പ്രോസസ്സ് വഴി ഈ യു ഐ ടി കോമ ടി ഐ എന്ന് പറയുന്ന ഓപ്പറേറ്റർ നമുക്ക് ഈ രീതിയിൽ കിട്ടും. ഓക്കെ, സോ ഈ സീരീസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡൈസൺ സീരീസ്. ഓക്കെ, സോ ദി സീരീസ് ഈസ് നോൺ ആസ് ഡൈസൺ സീരീസ്. ഇനി ഈ ഡൈസൺ സീരീസ് വെച്ചിട്ടാണ് നമ്മൾ ഇനി മുമ്പോട്ടേക്ക് പ്രോഗ്രസ് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.